എപ്പിസോഡിന്റെ തുടക്കത്തില് കോവാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് വീട്ടിലേക്ക് വന്നത്. അവന് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ചുണ്ട്. അവൻ നമ്മുടെ ജീര വരച്ചു കൊടുത്ത ആ പെയിന്റിങ് നോക്കുന്നുണ്ട്. അതവന്റെ പണിക്കാരൻ ഫ്രെയിം ചെയ്ത് റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവൻ അകത്തേക്ക് കൊണ്ടേ വെക്കുന്നുണ്ട്. ഇതേ സമയം പാമ്പ് അങ്ങോട്ട് വരാണ്. പാമ്പിനോട് പറയാണ്, എൻ്റെ മേത്ത് യൂറിൻ വീണു. ആലോചിച്ചെന്ന് വയ്ക്കുമ്പോഴേക്കും എൻ്റെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ മേത്താണ് വീണത്. ഓൺലൈൻ ഈ വീഡിയോസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് കളയണമെന്ന് അവൻ അത് ചെയ്തു കൊടുക്കാന്ന് പറയുന്നുണ്ടെങ്കിലും ജീരയാണ് അതിന് ഇരയായതെന്നറിയുമ്പോൾ അവന് നന്നായിട്ട് സങ്കടമാവുന്നുണ്ട്. നമ്മുടെ പറയുന്നുണ്ട്, ഈ ലോകത്ത് അത് ഒരു സ്ഥലത്തും എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കരുത്, എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം. അത് നീ ഇന്ന് എത്ര സമയം എടുത്തിട്ടായാലും ചെയ്യണമെന്ന് അറിയുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജീരയുടെ മേത്താണല്ലോ ഈ യൂറിൻ വന്ന് വീണത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പാമ്പിന്റെ മുഖത്തെ സങ്കടം വ്യക്തമായിട്ട് കാണും. അവൻ കുറച്ച് പാനിക്കായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജീരേനെ അവൻ ഫോൺ വിളിച്ച് നോക്കാണ്. ജീരയാണെങ്കിൽ ഈ സമയം സാഡായിട്ട് തന്നെ നിൽക്കാണ്. എന്തെടുക്കാന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കുളിച്ചിട്ട് ഫ്രഷായി നിൽക്കാന്ന് പറയുന്നുണ്ട്. ജീര ചോദിക്കുന്നുണ്ട്, നമുക്കിന്ന് ബേൺ ഔട്ട് ബാറിൽ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്ന് ഞാൻ തിരക്കിലാണ്, നാളെ വല്ലതും പോകാന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യാണ്. നമ്മുടെ ജീര വരച്ചു കൊടുത്ത ഫോട്ടോ നോക്കിയിട്ട് അങ്ങനെ തന്നെ അവിടെ നിൽക്കാണ്. അങ്ങനെ അവന് ഉറങ്ങാൻ പറ്റാതെ ജീരേനെ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവൻ കോൾ എടുക്കുന്നില്ല. അവൻ നേരെ പോകുന്നത് ബേണൂട്ട് ബാറിലേക്കാണ്. അവിടെ ജീര ചെല്ലുമ്പോൾ തന്നെ ബണ്ണിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഒന്ന് സ്മെല് ചെയ്യാമോന്ന്. പെട്ടെന്ന് തന്നെ അവൻ സ്മെല് ചെയ്യുന്നുണ്ട്. നീ കുളിച്ചു, പക്ഷെ ഇപ്പോഴും നിന്റെ മേത്ത് ആ യൂറിന്റെ സ്മെല്ലുണ്ട്. അതെനിക്കെങ്ങനെ മനസ്സിലായെന്നറിയോ? പണ്ടൊരാള് എൻ്റെ മേത്ത് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിട്ട് അതുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് എനിക്ക് ആ സ്മെല്ലിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമെന്ന് അറിയുന്നുണ്ട്. എൻ്റെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അതാണിങ്ങനെ എനിക്ക് തലവേദന എടുക്കുന്നു. നീ എനിക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട്. നമ്മുടെ ജീരയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് അവൻ്റെ മേത്തു കൂടി തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന് നല്ല രീതിക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ച് വരാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത്. ആണെങ്കിൽ കയ്യിലൊരു പ്രൊജക്റ്റിന്റെ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവനെ കാണുമ്പോൾ തന്നെ ജീര ചോദിക്കാണ്, നീ എന്താ വല്ല GPS വെച്ചിട്ടുണ്ടോ? ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തേക്ക് നീ എങ്ങനെയാണ് കൃത്യമായിട്ട് എടുത്താണേന്ന്? ഞാനൊരു കാര്യം പറയാനാണ് വന്നത്, അകത്ത് പോയി സംസാരിക്കാന്ന് പറഞ്ഞ് ജീരേനെ വലിച്ചുകൊണ്ട് അകത്തേക്ക് പോകാണ്. എന്നിട്ട് ഒരു റോസാപ്പൂ ചെടിയും കൂടി അവനും കൊടുക്കുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ആ ഫോട്ടോയിൽ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി മേടിച്ചതെന്ന് പറയുന്നുണ്ട്. അത് റോസാ ഫ്ലവേഴ്സ് അല്ല, അത് തുലിപ്സിന്റെ ഫ്ലവേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ അത് മേടിച്ച് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിനക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അതെല്ലാം ചെയ്തോ. ആ കാര്യം മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്തോളാൻ പറയുന്നുണ്ട്. ജീര ഉറപ്പാണല്ലോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഇരിക്കുന്ന റെഡ് വൈൻ എടുത്തിട്ട് കോവിന്റെ മേത്തേക്ക് ഒറ്റൊഴിയാണ്. നീ ഭാഗ്യം ചെയ്തവനാണ്, എനിക്കിപ്പോൾ യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതെടുത്തിട്ടായിരിക്കും നിന്റെ മേത്തേക്ക് ഒഴിക്കാന്ന് പറയുന്നുണ്ട്. നീ പ്രശ്നമെല്ലാം തീർന്നല്ലോ, ഇനി വീട്ടിൽ പോകാന്ന് പറയുമ്പോഴേക്കും ഞാനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവിടുന്ന് ജീര പോകാണ്. ഇതെല്ലാം കണ്ടോണ്ട് ബണ്ണ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ബണ്ണാണെങ്കിൽ കോവിന് ഒരു റെഡ് വൈൻ ഓഫർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. വർക്കിൻ്റെ ഇടയിലെ പ്രശ്നമാണ്, എനിക്ക് തലവേദന എടുക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ കോയാണെങ്കിൽ എല്ലാ കാര്യവും ബണ്ണിനോട് ഷെയർ ചെയ്യാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ എപ്പോഴും വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും എപ്പോഴും വരാറുണ്ട്, മിക്കപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഈ ബാർ ഇഷ്ടപ്പെട്ടു എന്നും കൂടി അവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ പാമാണെങ്കിൽ വെളുപ്പിനാണ് വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ റൂം നല്ല രീതിക്ക് തള്ളി തുറക്കുന്നുണ്ട്. ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ എന്താ കാര്യമെന്ന്. നീ എന്തിനാണ് അയാളുടെ മേത്തേക്ക് ഇന്ന് യൂറിൻ ഒഴിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തരമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചതെന്ന് പറയുന്നുണ്ട്. നീ ഒഴിച്ചത് എൻ്റെ ചിക്കൻ്റെ മേത്താണ്, അത് കോയൊന്നുമല്ല, അത് ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമെന്ന് പറയുന്നുണ്ട്. അയ്യോ സോറി, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ വിളിച്ചിട്ട് സോറി പറയാമെന്ന് പറയുന്നുണ്ട്. എടാ, ഈ വെളുപ്പിന് 5 മണിക്കൊക്കെ ആരാണ് എണീറ്റിരിക്കുക? ഇതൊന്ന് ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര നേരം സ്പെൻഡ് ചെയ്തെന്നറിയോ? നീ പോയി കിടക്കാൻ പറഞ്ഞിട്ട് അവനിട്ട് 2 തല്ലും കൊടുത്തിട്ട് അവനവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അവനാണെങ്കിൽ ഇത്ര നേരം ഇരുന്ന് വർക്ക് ചെയ്തതിൻ്റെ ഫ്രസ്ട്രേഷനും
പിന്നെ ജീരയുടെ മേത്ത് ഇങ്ങനെയൊക്കെ പറ്റിയതിനുള്ള ഫ്രസ്ട്രേഷനും എല്ലാം കൂടി ഒരുമിച്ചാണ്. പിറ്റേ ദിവസം നമ്മുടെ ജീരയാണെങ്കിൽ അവൻ്റെ ഗാർഡനിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ പാമ്പ് കോളയാണ് എന്തെടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുകയാണ്, നമുക്കെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ എന്ന് വയ്ക്കുമ്പോഴേക്ക് ഞാൻ ഓൾറെഡി കഴിച്ചു, എനിക്കിന്ന് ഒരു വർക്കുണ്ട്, പിന്നെ നിൻ്റെ പടമൊക്കെ എനിക്ക് വരക്കണം, അത് മാത്രമല്ല ഇന്ന് എൻ്റെ ഡേ ഓഫ് ആണല്ലോ, അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണം, ആ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് കോൾ ഇട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ഫ്രണ്ട് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ കോൾ ഇട്ട് ചെയ്തോ, ഞാൻ സോറി പറയണ്ടേന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്താ അവൻ്റെ അടുത്തേക്ക് പോവാത്തെന്ന് വയ്ക്കുമ്പോൾ അവൻ ഇന്ന് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അതാ യൂറിമിൻ്റെ ഡ്രസ്സായിരിക്കും, അവൻ വരണ്ടെന്ന് പറഞ്ഞാലും നീ അങ്ങോട്ട് ചെല്ലണം, അതാണ് യഥാർത്ഥ ബോയ് ഫ്രണ്ട് ചെയ്യണ്ടേന്നും പറയുന്നുണ്ട്. ഈ സമയം ജീരയാണെങ്കിൽ അവൻ്റെ സ്കെച്ചും കാര്യങ്ങളെല്ലാം വരച്ചുകൊണ്ടിരിക്കുകയാണ്. കോയിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അവനൊന്ന് കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, എടുത്താ ഭാഗ്യം എന്നുള്ള രീതിയിലാണ് അവൻ കോൾ ചെയ്യുന്നത്. ജീരയാണെങ്കിൽ ഈ കൃത്യസമയം ഈ കോള് കാണുന്നുണ്ട്, അവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ എടുത്ത ഉടനെ പറയുന്നത്, എടാ നീ ഇങ്ങോട്ട് വാ, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്തിനാണ് അങ്ങോട്ട് വന്നത്, എനിക്ക് ശരിക്കും അടുത്തു, ഇന്നലെ ഡേ ഓഫ് ആണ്, നാളെ വല്ലതും വരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കോയിൻ്റെ കോൾ അങ്ങ് കട്ട് ചെയ്ത് അവോയ്ഡ് ചെയ്ത് കളയാണ്. അവൻ പിന്നെയും ആ സ്കെച്ചും കാര്യങ്ങളെല്ലാം വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറിന് ശേഷം ഡോറിൽ ഒരു നോക്കി കേൾക്കുന്നുണ്ട്. അവൻ തുറന്നു നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആണ് വന്നേക്കുന്നത്. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ജീര കയറില്ലേ പുറത്തിറങ്ങാന്നൊക്കെ പറഞ്ഞ് അവനെ വലിച്ചിട്ടും അവൻ നമ്മുടെ ജീരനെ കൊണ്ട് വലിച്ചു പോവാല്ലാതെ അവന് ഇറങ്ങാനൊരു ഉദ്ദേശമില്ല. പെട്ടെന്ന് തന്നെ ബെഡിലിരുന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തോട്ടെ, ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ബാൽക്കണിയിലിരിക്കുകയാണ്. ഞാൻ ശരിക്കും ടയേർഡാണ്, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണമെന്ന് പറയുന്നുണ്ട്. ജീരയാണെങ്കിൽ അകത്ത് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്, ഈ വെള്ളം കുടിക്കുക, അപ്പോൾ കുറച്ച് ടയർഡ്നെസ് ഒക്കെ മാറി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തായി എൻ്റെ പെയിൻറ്റിങ്, അന്ന് വരച്ച കംപ്ലീറ്റ് ആക്കിയോ ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞ് ആ പെയിൻറ്റിങ് വന്നെടുത്ത് കാണിക്കുന്നുണ്ട്. ഇതെന്താണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോഴേക്കും, ഇത് നീയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരാൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ കിടക്കാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ഏഞ്ചൽ വരുന്നത്. ഏഞ്ചൽ വന്ന് ഉറങ്ങുന്ന നിന്നെ കിസ് ചെയ്തിട്ട് നിന്നെ അതിൽ നിന്നെല്ലാം ഉയർത്തിക്കൊണ്ടുവരും, ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്നുള്ള രീതിയിലെല്ലാം പറയുന്നുണ്ട്. ഇത് കാണുന്ന അവൻ ചോദിക്കുന്നുണ്ട്, ഓ ശരിക്കും അപ്പം നിനക്ക് എന്നെ കിസ് ചെയ്യണോ, കിസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് എന്നെ കിസ് ചെയ്താൽ പോരെന്ന് വയ്ക്കുമ്പോഴേക്കും, എടാ മണ്ട, നീ ഈ ഫോട്ടോയിൽ മരിച്ചെടുക്കുന്ന പോലെയാണ് ഞാൻ മരിച്ചേക്കുന്നത്, മരിച്ച ആളെ ആർക്കാണ് കിസ് ചെയ്യാൻ തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഇതെനിക്ക് ബുക്കാണോ, എത്രയാന്ന് നോക്കുമ്പോൾ നേരത്തെ നിൻ്റെ ഡബിൾ ഇരട്ടിയാന്ന് പറയുന്നുണ്ട്. അവൻ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോ എല്ലാം മടക്കിയിട്ട് കൊണ്ടേ കൊടുക്കുന്ന സമയത്തിനുള്ളിൽ അവിടെ കിടന്ന് സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. നീ എന്താ ഇവിടെ കിടക്കുന്നത്, എണീറ്റ് പോകുന്നൊക്കെ പറയുമ്പോഴേക്കും, ഞാനിവിടെ കിടക്കാം, അതാവുമ്പോൾ നിന്റെ പിക്ചറിന് ഒരു മോഡലാവും, എനിക്ക് ഉറക്കമാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ജീര സമ്മതിക്കുന്നില്ല. ജീര തട്ടി വിളിച്ചിട്ടും എണീക്കുന്നില്ല. അപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയായിരുന്നു. അവിടെ ഇരിക്കുന്ന ചെടിക്ക് വെള്ളം നടക്കുന്ന സ്പ്രേ ബോട്ടിലെടുത്തിട്ട് അവൻ്റെ ഫേസിട്ട് ഒഴിക്കുന്നുണ്ട്. പക്ഷെ അവൻ എണീക്കുന്നില്ല. ഇതെന്തൊരു മനുഷ്യനാണ്, ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ എന്ന് ഉള്ള രീതിയിൽ ജീര അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം അവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയം അവിടെ ഒരു കാറ്റ് വീശുന്നുണ്ട്. കാറ്റിലാണെങ്കിൽ അവിടെ ഇരിക്കുന്ന റോസാ ചെടികളുടെ ഇതളുകൾ പൊഴിഞ്ഞ് നന്നായിട്ട് പറക്കുന്നുണ്ട്. അതെല്ലാം വന്ന് വീഴുന്നത് നമ്മുടെ കോയിൻ്റെ മേത്തേക്കാണ്. ഇത് ജീര കാണുമ്പോഴേക്കും അവൻ്റെ മനസ്സിൽ പുതിയ ഐഡിയ എന്തോ വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ഒരു ബോർഡ് എടുത്തിട്ട് അവൻ്റെ ആ ഫേസും കാര്യങ്ങളെല്ലാം സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസിൽ ഒരു ആർട്ടിസ്റ്റിന് എങ്ങനെയാണ് വരക്കാതിരിക്കാൻ സാധിക്കുക. ഇതേ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് പാമ്പ് കയറി വരുന്നത്. പാമ്പ് കയറി വരുമ്പോൾ കാണുന്നത് ഈ കാഴ്ചയാണ്. പെട്ടെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്, ഓ നീ ബിസി ആണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അവൻ്റെ പുറകെ ജീര ഓടുന്നുണ്ട്. പാമ്പ് നിൽക്ക്, ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, നീല പറഞ്ഞാൽ നീ ഇന്ന് ബിസിയാണ്, എൻ്റെ ഫോട്ടോ ആണ് വരക്കുന്നതെന്ന്, നീ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എടാ ഞാൻ അത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ലായിരുന്നു. അത് മാത്രമല്ല നീ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നീ എന്താ ജലസാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് നമ്മൾ തമ്മിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല, പക്ഷെ ഞാൻ ജലസാന്ന് പറയുന്നുണ്ട്. ജീര ചോദിക്കാണ്, നമുക്ക് അടുത്ത ദിവസം തന്നെ ഒരു ആർട്ട് ഗാലറി കാണാൻ പോയാലോ നോക്കുന്നുണ്ട്. അതേ പോകാന്ന് പറയുന്നുണ്ട്. ഇതേ സമയമാണ് അകത്ത് ഉറക്കത്തിന്ന് എണീക്കുന്നത്. അപ്പോൾ നമ്മുടെ പാം ചോദിക്കുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് ഡേറ്റ് ആണോ നോക്കുന്നുണ്ട്. അതേന്നും പറയുന്നുണ്ട്. അവന് ആ പെയിന്റ് ചെയ്യാൻ കൊടുത്ത ആ ഷർട്ട് തിരിച്ചു
വെച്ചു കൊടുത്തിട്ട് ഒരു കിസ്സും കൂടി കൊടുക്കുന്നുണ്ട്. വാ നമുക്ക് താഴെ പോയി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് പാമ്പിനെയും വിളിച്ചോണ്ട് താഴത്തേക്ക് പോവാണ്. ഇതേ സമയം ആ സ്കെച്ച് നോക്കിയിരിക്കുന്ന കോയാണെങ്കിൽ അത് തൻ്റെ ഫോണിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ട് ജീര അങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ഇത് ജസ്റ്റ് സ്കെച്ച് മാത്രമാണ്, നിനക്ക് വേണമെങ്കിൽ ഈ പെയിന്റിങ് മേടിക്കാൻ മാത്രമാണ് പറ്റുള്ളൂ എന്ന് അറിയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ പറയാണ് ഓക്കെ, പിന്നെ ഞാനിങ്ങോട്ട് വന്നതിന് സോറി, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാണ്. വീട്ടിലെത്തിയ കോയാണെങ്കിൽ ആ മേടിച്ചു കൊണ്ടുവരുന്ന പെയിന്റിങ് നോക്കുന്നുണ്ട്. ആ പെയിന്റിങ് അവൻ്റെ മേശപ്പുറത്ത് നിവർത്തി വെച്ചിട്ട് എല്ലാ ദിവസത്തെ പോലെ അവൻ അതേ പോസിൽ ആ സോഫയിൽ അങ്ങനെ കിടക്കാണ്. അവൻ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നുണ്ട് ആ ഏഞ്ചലായിട്ട് ജീര അങ്ങോട്ട് വരുന്നതും അവനെ അടുത്ത് വന്ന് കിസ് ചെയ്ത് ഇതീ പറഞ്ഞേക്കുന്ന പോലെ തന്നെ അവന് ഒരു മോക്ഷപ്രാപ്തി ലഭിക്കുന്നതും ഇതെല്ലാം അവൻ ഇമാജിനേഷൻ ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. പാമാണെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ നേരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ജീര കൊടുത്ത ആ ഷർട്ടാണ് എടുത്തിരുന്നത്. ഫ്രണ്ട് വന്ന് നോക്കുന്നുണ്ട്, നിന്റെ ഷർട്ട് എന്താണ് ഇങ്ങനെ, എന്ത് വൃത്തികേടാന്ന് പറയുമ്പോഴേക്കും നിനക്കതൊന്നും മനസ്സിലാവില്ല, ഇതൊക്കെ ആർട്ടാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേറ്റിന് പോവാന്ന് പറയുമ്പോൾ അന്ന് നിനക്ക് നല്ല വല്ല ഡ്രസ്സ് ഇട്ടിട്ട് പൊക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, എനിക്കിത് മതി, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയുന്നുണ്ട്. ഈ സമയം ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ മീറ്റിങ്ങിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആദ്യം ചോദിക്കുന്നത് എടാ നിന്റെ ഷർട്ടിൽ എന്താണ് പറ്റി പിടിച്ചിരിക്കുന്നതെന്നാണ്. ഇത് കേൾക്കുന്ന കൂട്ടുകാരനാണെങ്കിൽ നല്ല രീതിക്ക് ചിരിക്കുന്നുണ്ട്. അമ്മാണെങ്കിൽ പറയുന്നുണ്ട് എടാ ഇത് ഫാഷനാണ്, ഇപ്പോഴത്തെ ഫാഷനൊക്കെ ഇങ്ങനെയാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സമയത്തിന് തന്നെ പാമാണെങ്കിൽ ആർട്ട് ഗാലറിയിൽ എത്തുന്നുണ്ട്. കുറേ നേരമായി അവന് വെയിറ്റ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ ഡ്രസ്സ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഈ പെയിൻറ്റിങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ജീര പറയാണ്. അങ്ങനെ അവരവിടെയുള്ള ഒരു ആർട്ടിൻ്റെ ഗാലറിയിൽ ഒരു പിക്ചർ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ പറയുന്നുണ്ട് എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണയുണ്ടെന്ന്. എൻ്റെ മേത്ത് നോക്ക്, ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടാറ്റു വരെയും കുത്തിയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലും ഞാൻ നന്നായിട്ട് ആർട്ടൊക്കെ ചെയ്യുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജീരയുടെ ഫ്രണ്ടായ ആ ഡയറക്ടർ കേള് അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ പാമല്ലേ, ജീര പറഞ്ഞിട്ടുണ്ട്, അതുമാത്രമല്ല നിങ്ങളുടെ നമ്പർ തരാൻ സാധിക്കുമോ, ഞാനൊരു ആർട്ടറാണ്, നിങ്ങൾക്ക് പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എനിക്ക് താല്പര്യമില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ടിന് താല്പര്യമുണ്ട്, അവൻ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നുണ്ട്, പിന്നെ അവന് എന്നെക്കാട്ടും നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട്. അവളാണെങ്കിൽ അവളുടെ ഫോൺ കൊടുത്തിട്ട് നമ്പർ ചോദിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ജീരക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് ഫോൺ തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവൾ പറയാണ് നീ ഇവിടേക്ക് ഒന്ന് കാണും, ഞാൻ ജീരയോടൊന്ന് സംസാരിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന്. അങ്ങനെ അവൾ ജീരേനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതാണ് നീ പറഞ്ഞ ആ ചെക്കൻ, ഭയങ്കര ഹാൻഡ്സ് ആണല്ലോ, നന്നായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം കോവിൻ്റെ വീട്ടിലാണെങ്കിൽ വീട്ടിലെ വേലക്കാരൻ ആ ഡ്രസ്സ് കൊണ്ടുവരാണ്. സാറ് ഞാൻ എത്ര പ്രാവശ്യം വാഷ് ചെയ്തിട്ടും ഇതിന് സ്റ്റെയിനും കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്ന്. ഓക്കെ അത് തന്നോളാൻ പറഞ്ഞിട്ട് അവരത് മേടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നേരെ തിരിച്ച് നമ്മുടെ ആർട്ട് ഗാലറിയുടെ അവിടെ തന്നെയാണ്. അവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാമ്പിനെ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. പാമ്പിനോട് പറയുന്നുണ്ട് ഞാനിവിടെ ഇല്ലാത്തൊരു ബിഹേവ് ചെയ്യണം, നിനക്കിഷ്ടമുള്ളത് എന്ത് ചെയ്യാന്ന് പറയുന്നുണ്ട്. പാമ്പ് ഓക്കെ എന്ന് പറഞ്ഞിട്ടും പാമ്പ് നമ്മുടെ ജീരയും തന്നെയാണ് നോക്കുന്നത്. ജീര പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, ഞാനിവിടെ ഇല്ല, നീ ആ കാര്യം ആലോചിച്ചിട്ട് വേണം ഇവിടെ ഇരിക്കാമെന്ന്. ഓക്കെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും അവനതിന് സാധിക്കുന്നില്ല. അവൻ അവിടെ ഇരിക്കുന്ന ഒരു പൂവെടുത്തിട്ട് ജീരയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഈ പൂ നിന്റെ ഫേസിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന്, ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ വരക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കംഫർട്ടബിലിറ്റി കിട്ടുന്നില്ല. അവൻ പറയാണ് ഞാൻ ഇനി വരക്കുന്നില്ല, എനിക്ക് നിന്നോട് സംസാരിച്ചാൽ മതി എന്ന്, ഞാൻ നിന്റെ കൈ നോക്കാമെന്ന് പറയുന്നുണ്ട്. പാമാണെങ്കിൽ കൈ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ ലൈൻ സൂചിപ്പിക്കുന്നത് എനിക്കിപ്പോൾ വരക്കാൻ പറ്റത്തില്ല, അടുത്ത ലൈൻ നമുക്ക് വീട്ടിലേക്ക് പോവാന്നാന്ന് പറയുന്നുണ്ട്. ഈ സമയം വേണോട്ട് ബാറിലേക്ക് എത്താണ്. വരുമ്പോൾ തന്നെ ബണ്ണ് വയ്ക്കുന്നുണ്ട്. ആ റെഡ് വൈൻ എന്താണ്, ഞാൻ നിനക്ക് പുതിയൊരു ഡ്രിങ്ക് എടുക്കട്ടെ എന്ന് വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നോന്ന് വയ്ക്കുമ്പോൾ ഇല്ലയെന്നാണ് പറയുന്നത്. ഓക്കെ എന്ന് പറഞ്ഞ് അവനൊരു ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജീരയും പാമ്പും കൂടി വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴേക്കും ജീരയാണെങ്കിൽ വാതിൽ കൊണ്ടിട്ട് പറയുന്നുണ്ട് എനിക്കിനി വയ്യ, എന്നെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. പാമ്പ് ഇത് കേൾക്കാൻ കാത്തിക്കുന്ന പോലെ തന്നെ ജീരേനെ എടുത്തോണ്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. ഇതേ സമയം ബാറിൻ്റെ പുറത്ത് നിന്നിട്ട് ആണെങ്കിൽ ജീരേനെ
ഇങ്ങനെ ഫോൺ വിളിച്ചു നോക്കുന്നുണ്ട്. അവര് വീട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടാണ് ഈ ഫോൺ റിങ് ചെയ്യുന്നത്. ഇരയാണെങ്കിൽ ആ കോളൊന്നും തന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല. നീ അത് വേണമെങ്കിൽ എടുത്തോളം പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഇതിപ്പോൾ വർക്കിംഗ് ടൈം അല്ല എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ പാമ്പിൻ്റെ ഫോണിലേക്ക് വിളിക്കാണ്. പക്ഷെ ജീര പറയുന്നുണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇതുവരെയും ഇങ്ങനെ കോളൊന്നും അവോയ്ഡ് ചെയ്തിട്ടില്ല. കോഴിൻ്റെ എന്ന് പറയുമ്പോൾ ഇനി അത് അവോയ്ഡ് ചെയ്യാൻ ശീലിക്കണമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് മാറ്റി വെക്കാണ്. കോഴിക്ക് നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവിടെ തന്നെ നിൽക്കാണ്. ഈ സമയത്ത് പാമ്പും ജീരയും കൂടി ഇൻറ്റിമേറ്റ് ആവാനായിട്ട് ക്ലോസ് ആവാണ്. ഇതും കൂടി കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.